ഹലോ ഗായ്സ്, ഇത്തവണ നമ്മൾ പറയാൻ പോകുന്നത് ലാസ്റ്റ് വീക്കെൻഡിൽ ഗോവയ്ക്ക് പോയ കഥയാണ്. ആക്ച്വലി ഞാൻ തൊട്ടും പ്രതീക്ഷിക്കാണ്ട് പോയ ഒരു ട്രിപ്പായിരുന്നു. അപ്പോഴേട്ടൻ പ്രീ പ്ലാൻഡ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എന്നോട് പറയണത് ഫ്രൈഡേ മോർണിംഗിലായിരുന്നു. ഫ്രൈഡേയ്സിൽ മിക്ക ദിവസം വർക്ക് ഫ്രം ഹോം എടുക്കുന്ന അപ്പോഴേട്ടൻ അന്ന് നേരത്തെ രാവിലെ 6 മണിക്ക് തന്നെ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു വർക്ക് ലോഡ് ഉണ്ട് അതുകൊണ്ടാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ കിടന്നു. 9 മണിയായപ്പോൾ ആള് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു നമ്മളിന്ന് ഉച്ചയ്ക്ക് ഉള്ള ട്രെയിന് ഒന്ന് ഗോവ വരെയും പോയിട്ട് വരാം. ഞാൻ ശരിക്കും വണ്ടർ അടിച്ചു, ഗോവയോ? ഞാൻ വിശ്വസിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു പെട്ടിയൊക്കെ പാക്ക് ചെയ്തോളൂ നമുക്ക് പോകാം. അങ്ങനെ 1:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓഫീസിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓഫീസ് വഴി പോയിട്ട് ആ പരിപാടികളൊക്കെ തീർത്ത് അവിടെ നിന്ന് ഊബർ എടുത്ത് നേരെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് 4 മണിക്ക് അല്ല 3 മണിക്കുള്ള ട്രെയിനായിരുന്നു വാസ്കോഡ ഗാമയിലേക്ക്. അത് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എത്തും എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങളൊരു ഏർലി മോർണിംഗ് 5 മണിക്ക് തന്നെ അവിടെ എത്തിയിരുന്നു. ഇനി കഥയിലുള്ള ട്വിസ്റ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം മാത്രമാണ്. പക്ഷേ രാവിലെ 6 മണി തൊട്ട് 12 മണി വരെ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മൾ വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് തന്നെ 2 വീലർ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ദ തിങ് ഈസ് നമ്മൾ 2 വീലർ എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു അവിടെ. ഇപ്പോൾ ഗോവയിൽ മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്കവാറും ആളുകൾ കാറുകളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് കാറ് തരാൻ പറ്റുമെന്ന്. അപ്പോൾ അവിടെ കാർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് സ്കൂട്ടറിൽ തന്നെ പോയി. റെയിൻ കോട്ടൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈബടിച്ച് ഇങ്ങനെ കുറച്ചങ്ങോട്ട് ത്രില്ലിങ്ങിലായിട്ട് ട്രാവൽ ചെയ്യായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ടത് പഞ്ചിമിലോട്ടാണ്. ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ ഒരു തവണ ഒരു റൂം എടുത്തിട്ട് പഞ്ചിമിൽ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഗോവ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരില്ലേ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബിൽഡിങ്സ്. അങ്ങനെ ഒരു ബിൽഡിങ്ങിലായിരുന്നു അന്ന് നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തേക്ക് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂം നോക്കി നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ലാസ്റ്റ് ടൈം നിന്ന റൂമിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ ആ റൂം തപ്പിയിട്ടാണ് പഞ്ചിമിൽ ഒട്ടാകെ നടന്നത്. ഈ കാണുന്ന പള്ളി ഗോവയിൽ പോയിട്ടുള്ള എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അന്ന് താമസിച്ചിരുന്ന ഹോട്ടൽ റൂം തേടി കുറേ നടന്നെങ്കിലും അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് ആകെ തിരിഞ്ഞ് വലിഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ നമ്മൾ ഹണിമൂൺ ടൈം ആയിരുന്നുകൊണ്ട് ഭയങ്കരമായ ഒരു മെമ്മറി ഈ സ്ഥലത്തിനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവായിരുന്നു. പക്ഷേ അത് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടവും മനസ്സിലുണ്ടായിരുന്നു. ഒരു പച്ചക്കളർ ബിൽഡിംഗ് ആണ് എന്ന് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പച്ചക്കളർ കാണുന്നിടത്തേക്കൊക്കെ വണ്ടി ഓടിച്ച് നടക്കുന്നതിനിടയിൽ നമ്മളായ ബിൽഡിംഗ് കണ്ടു. അതാണ് ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ചത്. എന്നിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു റൂം കിട്ടുമോ എന്ന് അറിയാനായിട്ട്. പക്ഷെ ആ ടൈമിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരികെ പോരുകയാണ് ചെയ്തത്. പിന്നെയും കുറേ റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടൽസ് ഒക്കെ നോക്കിയെങ്കിലും നമ്മൾക്കത് കൺവീനിയൻ്റ് ആയി തോന്നിയില്ല. അപ്പോൾ ഫുഡ് കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ റീഫ്രഷ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ടും റൂമില്ലാത്തതുകൊണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ പോകും വഴിയൊക്കെ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടെയാണ് റൂം എടുത്തത്, എങ്ങനെയാണ് പോവുക, എന്താ ചെയ്യുക, നമുക്ക് അവരോട് നേരത്തെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്താലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇല്ല അത് പറ്റൂല, അതൊരു ഹോം സ്റ്റേ ആണ് അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വണ്ടി നേരെ ഡബിൾ ട്രീയിലേക്ക് പോകുന്നത്. ഹിൽട്ടൻ്റെ ഡബിൾ ട്രീ. ഈ ഹോട്ടലിന് ഒരു എന്താ പറയുക നൊസ്റ്റാൾജിക് ഫീൽ എന്നല്ല പറയുക, എനിക്കത് കാണുമ്പോൾ എപ്പോഴും ഭയങ്കര ഒരു ഹാപ്പിനെസ് വരും. കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വന്ന ഔട്ടിങ് ആ ടൈമിൽ ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ. ഹിൽട്ടണിൽ റൂം എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരാളാണ് ചിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുവിൻ്റെ ഖത്തറിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടായിരുന്നു. ആളിപ്പോൾ ദുബായ് ഐലൻഡിലാണ് വർക്ക് ചെയ്യണത്. ആൾ ഹിൽട്ടണിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരു ഓഫർ കാർഡ് അല്ലെങ്കിൽ ഒരു വൗച്ചർ പോലത്തെ ഒരു സ്കീമുണ്ട്. അവർക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓഫേഴ്സ് എപ്പോഴും യൂസ് ചെയ്യണത് ഞങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ചിക്കു ഹിൽട്ടണിൽ നിന്നതിലും കൂടുതൽ ഞാനും അപ്പുവേണ്ണും തന്നെയായിട്ട് പല ഹിൽട്ടണിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ വൗച്ചേഴ്സ്. അത് ഖത്തറിലാണെങ്കിലും ഞങ്ങൾ ജോർജിയയ്ക്ക് പോയപ്പോഴാണെങ്കിലും ഈവൻ ഇതിനു മുന്നേ ഗോവയിൽ വന്നപ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ ഹിൽട്ടൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു നമ്മളുടെ റൂം നമ്പർ 320. ഇത് സാധാരണ ഉള്ള ഒരു എക്സിക്യൂട്ടീവ് സ്റ്റാൻഡേർഡ് റൂംസിൻ്റെ എല്ലാ ഫെസിലിറ്റീസിനോടും
കൂടിയുള്ള ഒരു റൂമായിരുന്നു. ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇതേപോലെ സെയിം ആയിട്ടുള്ള ഒരു റൂമായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അന്ന് നമുക്ക് ഉണ്ടായിരുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ പൂൾ വ്യൂ ആയിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് ഔട്ട്സൈഡുള്ള ഒരു ലേക്ക് വ്യൂ ആണ് ഉണ്ടായിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ പൂളിലേക്ക് എപ്പോഴും നോക്കിയിരിക്കുമായിരുന്നു പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്തുള്ള സോൾട്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാസ്റ്റ് ടൈം ഒരു ഡിന്നർ കഴിക്കാൻ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു. സോ ഞങ്ങൾ ഇവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നത്. ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോവൻ ഫിഷ് താലി ആയിരുന്നു. അപ്പോൾ അപ്പുവേട്ടൻ പറഞ്ഞു നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ചെയ്യാമെന്ന്. ഫോർ ദ ടൈം ബീയിങ് ഞങ്ങൾ പീനട്ട് ചാട്ട് മസാലയും പിന്നെ ഫിഷ് ഫിംഗേഴ്സും ഓർഡർ ചെയ്തു. ഇതിൽ ഈ ചാട്ടിൻ്റെ ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫിഷ് ഫിംഗർ ആസ് യൂഷ്വൽ നോർമൽ ആയിരുന്നു. അതിൽ പ്രത്യേകിച്ചൊരു വാവ് ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ താലിക്ക് വേണ്ടിയുള്ള ഫുൾ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളോട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മേ ബി 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവുന്നു. സോ വി ഓർഡർഡ് ഓൺലി 1. അങ്ങനെ അതിലൊരു ചെമ്മീൻ കറി, ചെമ്മീൻ റോസ്റ്റ്, ക്യാബേജ്, ഗുലാബ് ജാമുൻ, പിന്നെ ആ ഒരു ലാവൻഡർ കളറിൽ കാണുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, തൈരോ മോരോ അങ്ങനത്തെ എന്തോ ആയിരുന്നു. ഒരു ഫിഷ് ഫ്രൈ, പിന്നെ ക്രാബ് കറി. അതിൽ ചെമ്മീൻ കറി എടുത്ത് ഞാൻ എൻ്റെ വായിലേക്ക് വെച്ചതേ ഓർമ്മയുള്ളൂ. ഒരു വൃത്തികെട്ട എണ്ണ കറിയ പോലത്തെ ടേസ്റ്റ്, എന്താണെന്നറിയില്ല. അങ്ങനെ അവിടുത്തെ ഫുഡ് ഫുൾ എന്താ പറയുക, ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു മീൽസ് ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങളായ സങ്കടത്തിൽ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ വന്നു. അങ്ങനെ അവിടുത്തെ ലോണിലൊക്കെ കുറച്ച് നേരം നടന്നിട്ട് അന്നത്തെ ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ദ തിങ് ഈസ്, ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ശരിക്കും റിലാക്സ് ചെയ്യാനുള്ള ഒരു മൂഡിലാണ്. സ്ഥലങ്ങൾ പോയി കാണുക അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയിലല്ലേ വന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ കഴിക്കാൻ പ്ലാൻ ചെയ്തു. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ് ഉണ്ടായിരുന്നത്. ഇത്രയും ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് മാക്സിമം കപ്പാസിറ്റിയിൽ അടിച്ച് കയറ്റാവുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ത് ചെയ്യണം, അടുത്തത് എന്ത് എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ചപ്പോറ ഫോർട്ട് ഇവിടെ അടുത്തായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്കിന്ന് 12:30 കൂടി ഹോട്ടൽ വെക്കേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈം ആയപ്പോഴേക്കിനും 9:30, 10 ഒക്കെ അടുത്തായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേണ്ടതൊക്കെ എടുത്ത് കഴിച്ചു. എന്നിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ചപ്പോറ ഫോർട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. ഇന്ന് രാത്രി 11:30ക്കുള്ള ട്രെയിന് നമുക്ക് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയും വേണമായിരുന്നു. അതുകൊണ്ട് ആകെ ടൈം കൺജസ്റ്റഡ് ആവും. വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലഗേജും പിടിച്ച് നടക്കണം എന്നുള്ള കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. കാരണം 2 വീലർ ആയതുകൊണ്ട് സൂട്ട് കേസ് അതിൽ വെച്ച് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല. സോ വി പ്ലാൻഡ് നമുക്കിപ്പോൾ ഫോർട്ടിൽ പോവാം. ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്ന് ഫോർട്ടിൽ പോയി കറങ്ങി ഒരു 12:30 അടുപ്പിച്ച് റൂമിലെത്താം. എന്നിട്ട് നമുക്ക് വെക്കേറ്റ് ചെയ്തിട്ട് പൂള് യൂസ് ചെയ്യാം. നമുക്ക് റൂം മാത്രം വെക്കേറ്റ് ചെയ്താൽ മതി. നമുക്ക് ഹോട്ടൽ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നു. സോ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പ്ലാൻസ് ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ചപ്പോറ ഫോർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് വലിയ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് എത്രത്തോളം ഭംഗിയുണ്ടായിരിക്കും അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഗൂഗിളിൽ കണ്ടു, ഓക്കെ ഇവിടെ അടുത്താണ്, ജസ്റ്റ് ഒന്ന് പോയി വരാം, അങ്ങനെ മാത്രം വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഏതോ കോളേജ്, എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്ര ഭാഗത്തു നിന്നുള്ള ഏതോ കോളേജ് ടീം വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ഈ കാണുന്ന മൊത്തം. അങ്ങനെ നമ്മൾ അവിടേക്ക് കയറി. ഭയങ്കര വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിട്ടൊന്നല്ല ഞങ്ങൾ പോയത്. ബട്ട് ഐ തിങ്ക് ഈ പോയതിൽ ഏറ്റവും നമുക്ക് ഇഷ്ടമായ ഒരു സ്ഥലമായിരുന്നു ഇത്. നമ്മൾ ഇതിനു മുന്നേ അഗോഡ ഫോർട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ക്രൗഡിൻ്റെ ഇടയിലിരുന്ന് കാണുന്നതും പിന്നെ ആൾക്കാർ കുറവുള്ള സ്ഥലത്ത് നമ്മൾ പീസായിട്ട് എൻജോയ് ചെയ്യണതും അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഞങ്ങൾ ഈ ആൾക്കാർ കുറവുള്ളിടത്ത് എൻജോയ് ചെയ്യുന്നത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇതായിരുന്നു നമ്മുടെ ഫോർട്ടിലേക്കുള്ള എൻട്രി. നമ്മളിങ്ങനെ കടന്ന് ചെല്ലുമ്പോൾ ഒരു എന്താ പറയുക, ഒരു 360 ഡിഗ്രി വ്യൂ ആണ് നമ്മളെ വെയിറ്റ് ചെയ്യണത്.
നമ്മൾ ഈ കാണുന്ന ഈ പച്ചപ്പും അല്ലെങ്കിൽ ഈ ചെങ്കല്ലും ഇതിൻ്റെ ഒക്കെ എൻഡ് എന്ന് പറയണത് കടലാണ്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷനും ആ ഒരു വ്യൂവും എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒന്നാമത്തെ തന്നെ സീ പേഴ്സൺ ആണ്. അല്ലെങ്കിൽ എനിക്ക് ഓഷ്യൻ്റെ അല്ലെങ്കിൽ കടലിൻ്റെ അടുത്ത് ചെന്നിരിക്കുക, തിരമാല നോക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ വന്നു. പൂളിൽ ഒരു 2:30 3:30 വരെ എൻജോയ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. കാർഡമൻ എന്നാണ് അതിൻ്റെ പേര്. അത് ആക്ച്വലി ഒരു മലയാളി, ഒരു 70 ഇയേഴ്സ് ആയിട്ട് ഗോവയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മലയാളി നടത്തുന്ന ഹോട്ടലാണ്. ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് മീൻകറിയും ചോറും ഫിഷ് ഫ്രൈയും കിട്ടി. അടിപൊളി ഫുഡായിരുന്നു. ഇനി ആരെങ്കിലുമൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടൊന്ന് ട്രൈ ചെയ്യുക, ഹോട്ടൽ കാർഡമൻ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അഗോഡ ജയിൽ മ്യൂസിയം കാണാമെന്ന് വിചാരിച്ചിട്ട് പോയി. ആഗോഡ ഫോർട്ടിൻ്റെ നേരെ താഴെയായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾക്കൊക്കെ 200 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നമുക്ക് കാസിനോയിലൊക്കെ പോകുമ്പോൾ കിട്ടും ഇതേപോലത്തെ ബാൻഡ്സ്. അങ്ങനത്തെ ബാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ചെയ്തു. ആക്ച്വലി ഞാനിവിടെ എ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ വാട്ട്സ് ഹാപ്പൻഡ് ഇൻ മൈ ടൂറോ അങ്ങനെയൊന്നല്ല കാണിക്കുന്നത്. എനിക്ക് കാണിക്കണം എന്ന് തോന്നുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് റീസെൻ്റ്ലി ആയിട്ട് റെനോവേറ്റഡ് ആണ്. റെനോവേഷൻ കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. അങ്ങനെ ഇതിൻ്റെ സൈഡിലൊക്കെ അന്ന് ജയിലിൽ യൂസ് ചെയ്തിരുന്ന പീരങ്കിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തൊക്കെ ഓരോ QR കോഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ QR കോഡിലൊക്കെ നമുക്ക് അതിൻ്റെ സ്റ്റോറീസൊക്കെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പണ്ട് ജയിലിൽ വിസിറ്റേഴ്സ് ഒക്കെ വരുമല്ലോ, അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഷെഡാണ്. ഈ കാണുന്ന പോലെ പോളിഷ്ഡ് ആയ ഒരു ഷേപ്പിലൊന്നും ആയിരുന്നില്ല അന്ന് ജയിലുണ്ടായിരുന്നത്. ഇത് കടൽ തീരത്തിനോട് ചേർന്ന് തന്നെ നമ്മുടെ അഗോഡ ഫോർട്ടിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ അന്ന് ദമൻ ദിയുവിൻ്റെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ നെയിംസ് ഒക്കെ എൻഗ്രേവ് ചെയ്ത ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ പോലെ തന്നെ കുറേ വിസിറ്റേഴ്സ് ഇവിടെയുണ്ട്. ലോക്കൽസിനാണെങ്കിലും ടിക്കറ്റ് റേറ്റിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ പകുതി ചാർജ് മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിലിൽ വരുന്ന ജയിൽ പുള്ളികളെ ശിക്ഷിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു റൂമാണ്. ഈ റൂം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോറിൻ്റെ മുകളിലായിട്ടൊരു വലിയ ഹോളുണ്ട്. ആ ഹോൾ എന്തിനാന്ന് വെച്ചാൽ ബാക്കിയുള്ള തടവ് പുള്ളികൾ ഇവരുടെ കരച്ചിൽ കേൾക്കാൻ വേണ്ടിയാണത്രേ ആ ഹോൾ ഉണ്ടായിരുന്നത്. ഇത് വേറെ ഒരു ജയിലാണ്. ഈ ജയിലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തടവ് പുള്ളികളെയും ഒരുമിച്ച് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജയിലായിരുന്നു. ചെറിയ ചെറിയ റൂമുകൾക്ക് പകരം എല്ലാവരും കൂടി ഒരുമിച്ച് ഇടാനുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഏരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റിങ്ഷ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് വരുമ്പോൾ അവർക്ക് പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇതാണ് ഇത്. അങ്ങനെ പല പല ജയിലുകളുടെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാനുള്ളൊരു അവസരം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് ഗ്രാനൈറ്റ് ഇട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും അന്നത്തെ ഒരു ഭീകരത നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അവിടെ ഡിജിറ്റൽ മ്യൂസിയംസ് ഉണ്ടായിരുന്നു. നമുക്ക് അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇത്.
ഐലൻഡ് ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതുവഴിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ ഓരോരോ സെല്ലുകൾ, പിന്നെ അവിടെയുള്ള ഹിന്ദുസിന് പ്രേ ചെയ്യാനുള്ള ഒരു ചെറിയ ടെമ്പിൾ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് അഗോഡ ഫോർട്ട് കാണാനായിട്ട് പറ്റും. ഇതാണ് ഓവറോൾ വ്യൂ ഓഫ് ദ ജയിൽ. ആക്ച്വലി ഇപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും പണ്ടത്തെ ഒരു ഭീകരാവസ്ഥയൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ടിട്ടുണ്ട്. റെനോവേഷനിൽ അതൊക്കെ മിസ്സായതാണ് തോന്നുന്നു. ആ കാണുന്നതാണ് അഗോഡ ഫോർട്ട്. നമ്മൾ ഈ എൻട്രൻസിൽ പോർച്ചുഗീസിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണിത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ള ഒരു വാച്ച് ടവറിൽ കയറിയിട്ട് അഗോഡ ഫോർട്ട് അവിടെ നിന്ന് കണ്ടു. പിന്നെ രാത്രിത്തെ ട്രെയിനിൽ തിരിച്ചു പോകേണ്ടതുകൊണ്ട് സ്കൂട്ടർ എടുത്തിട്ട് നമ്മൾ തിരികെ പോന്നു. അങ്ങനെ ഇത്തവണത്തെ ഗോവൻ ട്രിപ്പ് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.